ഹായ് ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ആമ്പൂനും ഓഫുള്ളൊരു ദിവസമാണ്. രണ്ടാളും കൂടി ഒരുമിച്ചുള്ള ദിവസമാണ് എന്തെങ്കിലുമൊക്കെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഡേ ആയിട്ട് മാറുന്നത്. അപ്പം ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. കുക്ക് ചെയ്യാനുണ്ട്, ഷോപ്പ് ചെയ്യാനുണ്ട്, പിന്നെ ബേബിയുടെ സാധനങ്ങൾ വന്നതൊക്കെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് റൂമിൽ വെക്കാനുണ്ട്. പിന്നെ 2 പെട്ടിയും ഒന്ന് ഫൈനലി ഒന്ന് പാക്ക് ചെയ്ത് എല്ലാം എടുത്തു വെച്ചോ എന്നൊക്കെ ഒന്ന് നോക്കാനുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്. കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ചിക്കനാണ്. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ചിക്കൻ്റെ ഒരു കളിയാണ്. അപ്പോൾ ചിക്കൻ കഴിച്ച് മടുത്തു എന്ന് പറഞ്ഞിട്ട് രാവിലെ ആകുമ്പോൾ പോയിട്ട് മട്ടൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം മട്ടൻ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വെക്കാം, ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മട്ടൻ റോഗൻ ജോഷ് എന്ന് പറയുന്ന ഒരു ഡിഷ്, ഒരു കാശ്മീരി ഡിഷാണ് തോന്നുന്നുണ്ട്. അത് ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വെക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പി നോക്കിയപ്പോൾ അതിന് കാശ്മീരി ചില്ലി പൗഡറും ക്യുമിൻ സീഡും വേണം. അപ്പോൾ അത് രണ്ടും വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ടാകുമ്പോൾ പോയിക്കോ. അപ്പോൾ അത് വന്നിട്ട് വേണം എനിക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാൻ. ഞങ്ങൾ ആദ്യം B&Mലേക്ക് വന്നു കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ബോക്സ്, വേസ്റ്റ് ഇടുന്ന ഡസ്റ്റ്ബിന്നൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം B&Mലേക്കാണ് വന്നത്. അതിന് പക്ഷേ ഇതില്ല, എൻ്റെ ടോപ്പില്ല കണ്ടോ. കളർ എനിക്കിഷ്ടപ്പെട്ടു. അത് അടപ്പില്ലാത്തത് കൊണ്ടാണ് അതിന് ഡിസ്കൗണ്ട് കൊടുത്തേക്കണേ. ഇനി കഴിഞ്ഞല്ലോ, ഇനിയൊന്നുമില്ലല്ലോ. ടവല് ടെസ്കോന്ന് എടുക്കാം. എനിക്കിത് ഇതുപോലത്തെ ഒരു സാധനം മേടിക്കണം. ആ ബ്ലാക്ക് ഇല്ലേ, തുണിയൊക്കെ കഴുകുന്ന പോലത്തെ, അതെടുത്തേ. തീരെ ചെറുതാന്ന് തോന്നണം അല്ലേ അത്. അത് മതിയെന്ന് തോന്നുന്നു. അത് മതി. എനിക്കിനി അതുവരെ നടക്കാൻ വയ്യാതുകൊണ്ട് ഞാനിവിടെ തന്നെ നിൽക്കുക. എനിക്കറിയാം പോയ പോലെ തിരിച്ചു വരുമോ. ചിരിക്കുന്നുണ്ടോ? പുള്ളിക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ നോക്കി നടക്കും. ഇപ്പോൾ ഫോൺ വിളിക്കുവാണെങ്കിലും ആ ഫോൺ വിളിച്ചിട്ട് അങ്ങ് നടന്നങ്ങ് പോവും. നമ്മൾ വിചാരിക്കും, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഓക്കെ പോകേണ്ട സ്ഥലത്തേക്കാണ് പോകുന്നത്, എന്നിട്ട് പോയിട്ട് തിരിച്ചു വരും. ശരിക്കും നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ടായിരിക്കത്തില്ല പോകുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ പോയിട്ട് തിരിച്ചു വരും. ഈ മഗ് എപ്പോഴും എനിക്കൊരു വീക്ക്നെസ്സാണ്. എപ്പോഴും വരുമ്പോൾ ഞാൻ ഓരോന്നെടുക്കും. ഇപ്പം വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ക്യൂട്ട്. പക്ഷേ ഇപ്പം എടുക്കുന്നില്ല, കാരണം എവിടെ കൊണ്ട് വെക്കും ഞാൻ, സ്ഥലമില്ല. സാധാരണ വരുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു മഗ് ഞാൻ എടുക്കും. ഇപ്പോഴത്തെ വീട്ടിൽ കിച്ചണിൽ സ്പേസ് കുറവാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹോസ്പിറ്റൽ ബാഗിൽ വെക്കാനോ? ഏതാ? ഇത് മതി. ഏതാ? ഈ 4 അത് വേറെ ഏതോ ബ്രാൻഡാ, കോൾഗേറ്റ് അല്ല. അങ്ങനെ ഞങ്ങൾ B&M ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങി. ഇനി നമ്മൾ ടെസ്കോയിലേക്ക് പോകണം ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. രണ്ട് ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. തണുപ്പുണ്ടെങ്കിലും ഇന്ന് നല്ല മഴ. വിശക്കുന്നു. ടെസ്കോന്ന് വല്ലതും വാങ്ങിത്തരും. അത് നമ്മൾ ഉണ്ടാക്കി, നമ്മുടെ റോഗൻ ജോഷ് റെഡി ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിച്ചില്ല. ഉണ്ടാക്കി വെച്ച
പാടെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. ഒരു മണിക്കൂറൊക്കെ ഇരിക്കട്ടെ, എന്നാലാണ് ആ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ചെറുതാ? ഇത് കൊള്ളാം. മറ്റേത് ഭയങ്കര വലിപ്പം. കിട്ടിയ ഇത് മതി, കുറച്ചവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ. അത് രണ്ടും മതി. എങ്ങനെയുണ്ട് റോഗൻ ജോഷ്? എങ്ങനെയുണ്ട്? സത്യമായിട്ടും പറ, നെയ്ച്ചോറാണോ കറിയാണോ നല്ലത്? ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കഴിക്കാം കേട്ടോ. കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ. ബ്ലാക്ക് കളർ അല്ലേ? കാർ സീറ്റ് അൺബോക്സ് ചെയ്യാണ്. കാർ സീറ്റൊക്കെ ഞങ്ങൾ ഓൺലൈനിലാട്ടോ മേടിച്ചത്. അന്ന് നമ്മൾ ആ ഷോപ്പിൽ പോയി നോക്കിയിട്ട് ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ ഞങ്ങളത് ഓൺലൈനിൽ ഓർഡർ ചെയ്തു. നോക്കട്ടെ, പുറത്തെടുത്ത്. ഇതല്ലേ നമ്മളവിടെ കണ്ടത്? മറ്റേ സ്മിത്തില് അല്ലല്ലേ? അത് വേറെ. വെയിറ്റ് ഉണ്ടോ? കുഴപ്പമില്ല, എന്നാലും ഉണ്ട്. ഒരു 2.5 കിലോ വരും. ഇത് നോക്ക് നീ, മറ്റേ അവിടെ കണ്ടത് കണക്കാണോ? അതല്ല, സ്പോഞ്ചും കുഷൻ ടൈപ്പാണോ? നല്ല സോഫ്റ്റ് ആണ്. ഇത് നമ്മൾ കാറിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാം അല്ലേ? ഇതാണ്ട് ഈ സാധനം 2 എണ്ണം നിവർന്ന് വരും. ഇത് കൊണ്ടുപോയിട്ട് കാറിലൊരു ക്ലിപ്പ് ഉണ്ട്, അതിൽ കൊണ്ടേ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ. അതിന്റെ ഉള്ളിൽ എത്ര വയസ്സ് വരെ വെക്കാം? ഇങ്ങോട്ട് നോക്കെ. ഇത് എടുത്ത് മാറ്റാൻ പറ്റുമോ ഈ സീറ്റ്? അല്ല, ഞാൻ ചോദിച്ചതാ. അല്ല, വലിപ്പം വെക്കുന്ന അനുസരിച്ച് മാറ്റാൻ വല്ല സെറ്റപ്പ്? മൊത്തത്തില് ടൈറ്റ് ആക്കുന്നത്. കാർ സീറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാർ സീറ്റ് എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ കണ്ണു തുറന്നപ്പം കാർ സീറ്റും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. എല്ലാം എൻ്റെ എടുത്തോണ്ട് പോയി. അതൊന്നുമില്ല. എന്നിട്ട് ഇവിടെ ആളിനെയും കാണുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വയ്യാതെ ഇവിടെ തന്നെ കിടന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്നു. അതെന്താ? ജിനു അത് എടുത്തോണ്ട് വന്നിട്ട് വെയിറ്റ് ഇല്ലാന്ന് പറഞ്ഞു. ഇനി അധികം വെയിറ്റ് ഇല്ലെന്ന്. അവന് പ്രാന്തായിരിക്കും. മാട്രസിന്റെ കവർ എല്ലാം ഉണ്ട്. കവറുണ്ട്? പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കവർ മേടിക്കണമായിരിക്കും. ഞാനല്ലേ പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. മറ്റേ അവരുടെ നഴ്സറി സ്റ്റോർ. എന്താണ് നഴ്സറി സ്റ്റോർ? നഴ്സറി സ്റ്റോർ. നഴ്സറി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ കണ്ട ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് ഈ സാധനങ്ങളൊക്കെ. അല്ല, ഞാൻ ഓൾറെഡി അത് കാട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡൗട്ട് ആയിരുന്നത് ആണോ എന്നുള്ളത്. നമ്മള് പൈസ കൊടുത്തിട്ട് അത് കിട്ടുമോന്ന് അറിയില്ലല്ലോ. അപ്പോഴേ അവൻ പറഞ്ഞ അവനും അതിനെ മേടിച്ചത് മറ്റേ സ്റ്റോളറാണ്. പിന്നെ ഓക്കെ. അയ്യോ, ഒന്നുമില്ല. ഇതിനി എങ്ങനാ വെക്കാന്നൊക്കെ.
അതിലും മറ്റേ ഇത് കാണും, മാനുവല് കാണും തോക്ക്. നല്ല വെയിറ്റാ. ഇല്ല കൊറേ കമ്പി കൊണ്ടുപോകാതെ നോക്കിയോ. സാധാരണ സ്ഥലത്ത് നിക്കണ്ടേ. അതെന്തെങ്കിലും ടൈറ്റ് ചെയ്യണമായിരിക്കും. ചേട്ടാ എഴുന്നേറ്റിട്ട് അത് താഴേക്ക് വെക്ക്. Oh, that's crystal clear, that there. That's great. Good signal. Right, so can you all still see Take a Break slide? Yep. Excellent. In fact,